PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അടുത്ത ഗഡു എപ്പോഴാണ് എത്തുക, അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാതെ മൊബൈൽ ഫോൺ വഴി തന്നെ വീട്ടിലിരുന്ന് KYC പൂർത്തിയാക്കുന്ന രീതി എങ്ങനെയാണ്, അതുപോലെ തന്നെ പണം ലഭിക്കാത്തവർക്ക് അപേക്ഷയിലെ പിശകുകൾ ഓൺലൈനായി തിരുത്തുന്നതിനുള്ള വഴി. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. കഴിഞ്ഞ PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അക്ഷയ കേന്ദ്രങ്ങളിൽ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല, അതുപോലെ KYC ചെയ്യാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. പലരും പറയുന്നുണ്ട് PM കിസാൻ്റെ 22ാമത്തെ ഗഡു ലഭിച്ചില്ല, അതുപോലെ തന്നെ അതിനു മുമ്പത്തെ പല ഗഡുക്കളും മുടങ്ങിയവരുണ്ട്. ചിലപ്പോൾ അപേക്ഷയിലെ ചെറിയ തെറ്റുകൾ കാരണം നിങ്ങളുടെ പണം തടസ്സപ്പെട്ടേക്കാം. ഇത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റ്, അതായത് pmkisan.gov.in എന്ന വെബ്സൈറ്റ് ഫോണിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫാർമേഴ്സ് കോർണറിൽ പുതിയതായി വന്ന ഒരു ഓപ്ഷൻ കാണാം. ഒരു പച്ച കളറിലുള്ള ഒരു ബോക്സ്, അപ്ഡേറ്റ് മിസ്സിംഗ് ഇൻഫർമേഷൻ എന്നതാണ് ഈ ബോക്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം തുറന്നു വരുന്ന പേജിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകണം. ഇതിനായി 2 ഓപ്ഷനുകൾ ഉണ്ടാകും. ഒന്ന് രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ PM കിസാൻ രജിസ്ട്രേഷൻ നമ്പർ അറിയാമെങ്കിൽ ആ രജിസ്ട്രേഷൻ നമ്പർ നൽകുക, അല്ലെങ്കിൽ ആധാർ നമ്പർ തിരഞ്ഞെടുത്ത് അത് ടൈപ്പ് ചെയ്യുക. തുടർന്ന് സ്ക്രീനിൽ ഒരു ക്യാപ്ച കോഡ് കാണാം. അത് കൃത്യമായി നൽകിക്കൊണ്ട് സെർച്ച് ബട്ടൺ അമർത്തുക. അവിടെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പേര്, ജെൻഡർ, കാറ്റഗറി അല്ലെങ്കിൽ ലാൻഡ് രേഖകൾ, അത് പൂരിപ്പിക്കാനുള്ള ഒരു ഫോം ഇവിടെ തുറന്നു വരും. എല്ലാ വിവരങ്ങളും കറക്റ്റ് ആണെങ്കിൽ ഡീറ്റെയിൽ ഈസ് കറക്റ്റഡ് എന്നൊരു സന്ദേശം കാണിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തുറന്നു വരുന്ന ഫോമിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി നൽകുക. വിവരങ്ങൾ പൂരിപ്പിച്ച ശേഷം താഴെയുള്ള സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ആകും. PM കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടും ആനുകൂല്യം ലഭിക്കാത്തവർക്കും അപേക്ഷയിൽ അപാകതകൾ ഉള്ളവർക്കും വിവരങ്ങൾ തിരുത്താനുള്ള ഒരു സൗകര്യമാണിത്. പ്രധാനമായും രജിസ്ട്രേഷൻ സമയത്ത് വിട്ടുപോയ ലാൻഡ് റെക്കോർഡുകൾ, ആധാർ വിവരങ്ങൾ തുടങ്ങിയവ ഇവിടെ ചേർക്കാവുന്നതാണ്. ഇവിടെ മാറ്റങ്ങൾ വരുത്തിയാൽ ഉടൻ തന്നെ തുക ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വഴി പിന്നീട് പരിശോധിക്കേണ്ടതുണ്ട്. ഇതിലൂടെ പേയ്മെൻറ്റ് മുടങ്ങുന്നത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി പറയാനുള്ളത് KYC എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡു വിതരണം ജൂൺ അവസാന വാരത്തിലോ ജൂലൈ ആദ്യ വാരത്തിലോ ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി KYC ചെയ്യാനുള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ KYC ചെയ്യാം എന്ന് നോക്കാം. PM കിസാൻ ആപ്പിലൂടെ ഫേസ് ഓതൻറ്റിഫിക്കേഷൻ വഴി വളരെ എളുപ്പത്തിൽ KYC പൂർത്തിയാക്കാം. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്ന് PM കിസാൻ GOI മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം തന്നെ ആധാർ ഫേസ് ID ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ ഫേസ് സ്കാനിംഗ് നടക്കൂ. ഇതിനായി ആധാർ നമ്പറും അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ആവശ്യമാണ്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക ആപ്പാണ്. GOL എന്നല്ല, GOI എന്നാണ്. KYC ചെയ്യാൻ PM കിസാൻ GOI ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഫസ്റ്റ് പേജിൽ നെക്സ്റ്റ് എന്ന് കാണാം. ആ നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജ് വരും. ആ പേജിലുള്ളത് ഇത്രയുമാണ്: ന്യൂ ഫാർമർ രജിസ്ട്രേഷൻ, അതിന് താഴെ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ, അതിന് താഴെ ലോഗിൻ എന്ന് കാണാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ ലോഗിൻ ടൈപ്പ് എന്ന് കാണാം. അതിന് താഴെ സെലക്ട്. ഈ 2 കാര്യങ്ങളാണ് അടുത്ത പേജിലുള്ളത്. അതിൽ സെലക്ട് എൻ്റെ സൈഡിലത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ സ്റ്റേറ്റ് ഒഫീഷ്യൽ, ബെനിഫിഷ്യറി, എക്സ്റ്റേണൽ യൂസേഴ്സ്, വില്ലേജ് ഓഫീസർ, ഇങ്ങനെ 4 ഓപ്ഷൻ കാണാം. ഇതിൽ ബെനിഫിഷ്യറി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ വരുന്നത് ലോഗിൻ ടൈപ്പ്, അതിന് താഴെ ബെനിഫിഷ്യറി എന്ന് കാണാം. അതിന് താഴെ രജിസ്ട്രേഷൻ ID, അതുപോലെ ആധാർ നമ്പർ, ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാനുള്ള അത് കാണാം. അവിടെ ആധാർ നമ്പർ സെലക്ട് ചെയ്യുക. ആധാർ നമ്പർ അതിന് താഴെ അടിച്ചു കൊടുക്കുക. അതിന് താഴെ കാണുന്ന ഫേസ് ഒതൻറ്റിഫിക്കേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് ഫോൺ ക്യാമറ ഓൺ ആകും. ഫോട്ടോ എടുക്കുന്ന രീതി നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് മുഖം ക്യാമറയ്ക്ക് അഭിമുഖമായി പിടിക്കുക. കണ്ണുകൾ ചിമ്മാൻ ആവശ്യപ്പെടും. ശരിയായി സ്കാൻ ചെയ്താൽ KYC കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കും. വ്യക്തമായി കാണുന്ന വിധത്തിൽ ക്യാമറ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. OTP ലഭിക്കാത്തവർക്കും ബയോമെട്രിക് ചെയ്യാൻ പ്രയാസമുള്ളവർക്കും ഈ രീതി എളുപ്പമാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.